ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ളത് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ശബരിമല യുവതി പ്രവേശന വിഷയത്തിലുള്ള 9 ബെഞ്ചിൻ്റെ അതിൻ്റെ വിസ്താരം ഏപ്രിൽ 7 തുടങ്ങി ഏപ്രിൽ 22 അവസാനിക്കും എന്നാണ്. അതിനു മുമ്പായി അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടികളെല്ലാം അവരുടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നൽകേണ്ടതാണ്. ഇതനുസരിച്ച് സോളിസിറ്റർ ജനറൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഒരു പുനഃപരിശോധന നിലനിൽക്കുന്നതാണെന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞു. കേരള ഗവൺമെൻറ്റാണ് ഇതിൽ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ എടുക്കാനുള്ളത്. കാരണം 3ാമത്തെ പ്രാവശ്യം ആണ് കേരള ഗവൺമെൻറ്, ഇപ്പോഴത്തെ പിണറായി വിജയൻ ഗവൺമെൻറ് ഇതിൽ ശരിക്കും എതിരായ യുവതി പ്രവേശനം വേണമെന്ന ഒരു അഭിപ്രായം നൽകിയത്. 2018 19 സംഭവങ്ങൾക്ക് ശേഷം ആ അഭിപ്രായം മാറ്റി എന്നൊക്കെ പറഞ്ഞാണ് ലോക അയ്യപ്പ സംഗമവും ഒക്കെ വിളിച്ചു ചേർത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2019 വളരെ രഹസ്യമായി യുവതികൾ എന്ന് പറയപ്പെടുന്ന ചിലരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുകയും ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് ചിരിച്ച് അട്ടഹസിച്ച് പറയുകയും ചെയ്ത ഈ സർക്കാരിന് ഇതിൽ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? എന്താണ് ഇപ്പോൾ നിയമമന്ത്രി എന്ന് പറയുന്ന ശ്രീ പി രാജീവ് പറയുന്നത്? സമയമുണ്ടല്ലോ, അപ്പോൾ ഗവൺമെൻറ് തീരുമാനമെടുക്കും എന്നാണ്. എനിക്ക് കേരളത്തിലെ ഈ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലക്ഷോപലക്ഷം സ്ത്രീജനങ്ങളോടും ശബരിമല അയ്യപ്പ ഭക്തരോടും 2018 മുതൽ ഇക്കാര്യങ്ങളിൽ 100 കണക്കിന് കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരോടും അവരുടെ കുടുംബാംഗങ്ങളോടും എല്ലാം പറയാനുള്ളത്, ഒരാഴ്ചക്കകം ഈ ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇതിൽ യുവതീ പ്രവേശന വിരുദ്ധമായ ഒരു നിലപാട് എടുക്കുന്നില്ല എങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹരല്ലാത്ത വിധത്തിൽ വോട്ട് ചെയ്ത് പുറത്താക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അതിന് മറ്റൊന്നും നോക്കരുത്, അതാണ് ചെയ്യേണ്ടത്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവർ പഠിക്കുകയുള്ളൂ. ഈ അവസരം നോക്കുക, ഇപ്പോഴും ഞങ്ങൾക്ക് സമയമുണ്ടെന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ സമയം വയ്ക്കുന്നത്? ഇത്രയും വർഷമായിട്ട് അതിലൊരു തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിന് വയ്ക്കാൻ തയ്യാറായിട്ടില്ലേ? അതുകൊണ്ട് അടുത്ത ഒരാഴ്ചക്കകം ആ തീരുമാനം പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ മറ്റെന്തൊക്കെ പറഞ്ഞാലും ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്ത വിധത്തിൽ ഈ ഗവൺമെൻറ്റിനെ, ഈ LDFനെ ആട്ടിപ്പുറത്താക്കാൻ ആവശ്യമായ വിധത്തിൽ വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മളിൽ എത്രയോ പേർക്ക് 100 കണക്കിന് കേസുകൾ ഉണ്ടായി, എത്രയോ 1000 പേർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി, ജയിലിൽ പോകേണ്ടി വന്നു. അങ്ങനെയെല്ലാമാണ് അവസാനം വിധി പുനഃപരിശോധിക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തയ്യാറായിട്ടുള്ളത്. ആ തയ്യാറാകുന്ന സമയത്ത് ഇതിനു വേണ്ട സംവിധാനങ്ങൾ കേരള സർക്കാരും തയ്യാറാക്കി വെക്കേണ്ടതായിരുന്നു. അത് പറയാനുള്ള മടി, അതായത് ഇലക്ഷൻ കഴിയട്ടെ, അപ്പോൾ അവരുടെ സ്ഥിരം സംവിധാനത്തിലേക്ക് വരാമല്ലോ എന്നുള്ളതാണ്. ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞ് ഈ ഗവൺമെൻറ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കുമില്ല. പക്ഷേ എന്നാൽ പോലും സുപ്രീം കോടതിയിൽ ഹർജി അഫിഡവിറ്റ് കൊടുക്കുന്നത്, ആ അഫിഡവിറ്റ് ഏത് വിധത്തിൽ കൊടുത്തു എന്ന് പുറത്ത് പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പുറത്ത് പറഞ്ഞേ പറ്റൂ, അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ അത് പറയുന്നില്ല എങ്കിൽ അതിന് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഇവരെ വോട്ട് ചെയ്ത് പുറത്താക്കാൻ, ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും കിട്ടാത്ത വിധത്തിൽ വോട്ട് ചെയ്ത് പുറത്താക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകരുത് എന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നമ്മളെല്ലാം വളരെ ബുദ്ധിമുട്ടിയതാണ്.
നമ്മളെയൊക്കെ ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ എന്തെല്ലാം നടക്കുന്നു എന്ന് കണ്ടതാണ്. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അഖില ലോക അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലും നടത്തിയ കൊള്ളകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദാക്ഷിണ്യം ഉണ്ടാകരുത്. ആ ദാക്ഷിണ്യം കൊടുക്കാൻ അർഹരായ ഒരു ഗവൺമെൻറ് അല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇവർ. അതുകൊണ്ട് ഇതിൽ ഇനിയും സമയമുണ്ട്, നീട്ടിക്കൊണ്ട് പോകാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും നമ്മൾ വളരെ ശക്തമായ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഇത്തരം വളരെ കൃത്യമായ വോട്ടിംഗ് ചെയ്തുള്ള നടപടികളിലൂടെ തീരുമാനം എടുക്കുമെന്ന് ഈ ഗവൺമെൻറ്റിന് മനസ്സിലാകണം. അതുമാത്രമാണ് ഇവരെ തിരുത്തുവാനുള്ള ഒരേ ഒരു വഴി എന്നാണ് എനിക്ക് പറയാനുള്ളത്.